ഓം ശ്രീ മഹാഗണപതേ നമ. ഓം ശ്രീ സരസ്വത്യൈ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സംസ്കൃത പണ്ഡിതനും കവിയുമായിരുന്ന മേൽപ്പത്തൂർ ശ്രീ നാരായണ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനെ സ്തുതിച്ചുകൊണ്ട് രചിച്ച ശ്രോത്രകാവ്യമാണ് ശ്രീമന്നാരായണീയം. ഭക്തിയും പാണ്ഡിത്യവും ഒരുപോലെ ഒത്തിണങ്ങിയ ഭട്ടതിരി ഒരു തികഞ്ഞ ഗുരുവായൂരപ്പ ഭക്തനായിരുന്നു. അനന്യസാധാരണമായ പ്രതിഭാവിലാസത്തിന് ഉടമയായിരുന്നു ശ്രീ മേൽപ്പത്തൂർ. മേൽപ്പത്തൂർ ഇല്ലം മലപ്പുറം ജില്ലയിൽ നിളാ നദീതീരത്തിനടുത്ത് തിരുനാവായയിൽ നിന്നും 3 നാഴിക ദൂരത്തായിരുന്നു. അവിടെ ധർമ്മിഷ്ഠനും സർവ്വവേദശാസ്ത്രങ്ങളിലും നിപുണനുമായിരുന്ന മാതൃദത്തൻ ഭട്ടതിരിയുടെ മകനായി കൊല്ലവർഷം 735 നാരായണ ഭട്ടതിരി ജനിച്ചു. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ വ്യാകരണ ഗുരുവും ജ്യോതിഷ പണ്ഡിതനുമായിരുന്ന അച്യുത പിഷാരടിക്ക് വാതരോഗം പിടിപെട്ടു. ഗുരുഭക്തനായ നാരായണ ഭട്ടതിരി ആ വാതരോഗം കർമ്മവിഭാഗദാനം എന്ന മാർഗത്തിലൂടെ സ്വയം ഏറ്റുവാങ്ങി ഗുരുവിനെ രോഗവിമുക്തനാക്കി. അങ്ങനെ തനിക്ക് ലഭിച്ച വാതരോഗത്താൽ അദ്ദേഹം വല്ലാതെ ബുദ്ധിമുട്ടാൻ തുടങ്ങി. തൻ്റെ വാതരോഗ ശമനത്തിനായി അനുജനോടൊപ്പം ഗുരുവായൂരിലെത്തിയ ഭട്ടതിരി സർവ്വരോഗശമനകാരണനായ ശ്രീ ഗുരുവായൂരപ്പനെ വർണ്ണിച്ചുകൊണ്ട് ശ്രീമന്നാരായണീയം എന്ന കാവ്യം രചിച്ച് ഭഗവാന് സമർപ്പിച്ച് ആത്മീയവും ശാരീരികവുമായ രോഗമുക്തി നേടി എന്നാണ് ഐതിഹ്യം. കൊല്ലവർഷം 762 1036 ശ്ലോകങ്ങളിൽ തീർത്ത ശ്രോത്രകാവ്യമാണ് ശ്രീമന്നാരായണീയം. ഇന്നും ഇഹലോകത്തിലെ സകല ദുഃഖദുരിതങ്ങൾക്കും രോഗപീഠകൾക്കും പരിഹാരമായി ഭക്തജനങ്ങൾ ശ്രീമന്നാരായണീയം പാരായണം ചെയ്ത് ഗുരുവായൂരപ്പനെ ഭജിക്കുന്നു. ഇന്ന് നാരായണീയത്തിലെ ദശകം 1-ലെ 1-ാമത്തെ ശ്ലോകം ചൊല്ലാം. എന്നാൽ കഴിയുന്ന രീതിയിൽ ചുരുക്കി അർത്ഥവും ഒന്ന് പറയാൻ ശ്രമിക്കാം. ശ്രീ ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. നാരായണീയം ദശകം 1 ശ്ലോകം 1. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാൽ ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ആദ്യം പദങ്ങളുടെ അർത്ഥം പറയാം. സാന്ദ്രം എന്ന് പറഞ്ഞാൽ ഘനീഭവിച്ച അല്ലെങ്കിൽ ഒരുമിച്ച് ചേർന്ന എന്നർത്ഥം. ആനന്ദാവബോധ ആനന്ദവും അവബോധവും, ആനന്ദവും ജ്ഞാനവും എന്നർത്ഥം. അനുപമിതം ഉപമയില്ലാത്ത. കാലദേശാവധിഭ്യാം കാലദേശങ്ങളുടെ അതിരുകൾക്ക് അതീതമായ. നിർമുക്തം നിത്യമുക്തം മായയിൽ നിന്നും മുക്തമായിരിക്കുന്ന. നിഗമ ശതസഹസ്രേണ നിഗമം എന്നാൽ വേദം. നിഗമ ശതസഹസ്രേണ എന്ന് വെച്ചാൽ വേദങ്ങളിൽ 100,000 തവണ. നിർഭാസ്യമാനം പ്രകാശിപ്പിക്കപ്പെട്ട. അസ്പഷ്ടം സ്പഷ്ടമല്ലാത്ത. ദൃഷ്ടമാത്രേ കാണുന്ന നിമിഷത്തിൽ തന്നെ. പുന എന്ന് പറഞ്ഞാൽ വീണ്ടും. ഒരു പുരുഷാർത്ഥാത്മകം 4 പുരുഷാർത്ഥങ്ങളിൽ ഏറ്റവും മികച്ച പുരുഷാർത്ഥമായ മോക്ഷം എന്ന പുരുഷാർത്ഥം. ബ്രഹ്മതത്വം പരബ്രഹ്മം എന്ന പരമാർത്ഥ തത്വം. തത് താവദ്ഭാതി അത് അവിടെ ശോഭിക്കുന്നു. സാക്ഷാൽ ഗുരുഭവനപുരേ ഗുരുഭവനപുരിയിൽ. ഹന്തഭാഗ്യം ജനാനാം ജനങ്ങൾക്ക് എന്തൊരു ഭാഗ്യം. ഇനി ഈ ശ്ലോകത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം ഒന്ന് ചുരുക്കി പറയാം. ഈ 1-ാമത്തെ ശ്ലോകത്തിൽ ഗുരുവായൂരപ്പൻ്റെ സ്വരൂപവും മാഹാത്മ്യവുമാണ് മേൽപ്പത്തൂർ വർണ്ണിക്കുന്നത്. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണ് പരബ്രഹ്മം എന്ന് പറയുന്നത്. ആ പരബ്രഹ്മത്തിന് ഒരു പ്രത്യേക രൂപം ഇല്ല. ആ പരബ്രഹ്മത്തെ
സാധാരണക്കാർക്ക് മനസ്സിലാക്കാനോ ആരാധിക്കാനോ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ആ പരബ്രഹ്മം പരമാനന്ദത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഘനീഭവിച്ച രൂപമായി ഗുരുവായൂരപ്പനായി പ്രകാശിക്കുന്നു. യാതൊന്നിനോടും ഉപമിക്കാൻ കഴിയാത്തതും കാലദേശങ്ങളുടെ എല്ലാ പരിധികൾക്കും അതീതവുമാണ് ആ പരബ്രഹ്മം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ജനങ്ങൾ എല്ലാവരും മായയ്ക്ക് അധീനരാണ്. നമ്മൾ മായയിൽ മുങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ ഈ പരബ്രഹ്മം എന്ന് പറയുന്നതാകട്ടെ മായയ്ക്ക് അതീതമാണ്. യാതൊരു സുഖദുഃഖങ്ങളും പരബ്രഹ്മത്തെ ബാധിക്കില്ല. വേദശാസ്ത്രങ്ങളിൽ 100,000 തവണ ഈ പരബ്രഹ്മം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ടെങ്കിലും സാധാരണക്കാരായ ജനങ്ങൾക്ക് അതിനെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ പരബ്രഹ്മത്തെ ആരെങ്കിലും മനസ്സിലാക്കിയാലോ ഉടനെ തന്നെ ആ വ്യക്തി മോക്ഷം എന്ന പുരുഷാർത്ഥം ലഭിച്ച് ആ പരബ്രഹ്മത്തിലേക്ക് ലയിച്ചു ചേരും. പിന്നെ ആ വ്യക്തിക്ക് സുഖദുഃഖങ്ങളൊന്നും ബാധിക്കില്ല. എന്നാൽ ഋഷീശ്വരന്മാർക്ക് പോലും ദുർലഭമായിരിക്കുന്ന ഇങ്ങനെയൊക്കെയുള്ള ആ പരബ്രഹ്മം ശ്രീ ഗുരുവായൂരപ്പനായി രൂപമെടുത്ത് ഗുരുവായൂരിൽ ഭക്തർക്ക് ദൃശ്യമാകുന്ന രീതിയിൽ പ്രകാശിക്കുന്നു. ആ സുന്ദര രൂപം ഇത്രയും അടുത്ത് കാണാനും ഭജിക്കാനും കഴിയുന്ന ജനങ്ങളുടെ ഭാഗ്യം ആശ്ചര്യം തന്നെ എന്നാണ് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ പറയുന്നത്. രണ്ടാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ.